മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതം കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞതാണ്. അതിനാൽ താഴെ നിൽക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കാരണം വരാൻ പോകുന്നത് ഉയർച്ച തന്നെയാണ്. ഭക്തരെ, നിങ്ങൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. എങ്കിലും മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഭക്തരെ, നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് തകരും. ഭക്തരെ, ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങും. നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഭക്തരെ, ചില ആളുകൾ നിങ്ങളെ വിട്ടു പോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനമാണ്. ഭക്തരെ, ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ വിഷമിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭക്തരെ, ഒരാൾക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകൾ ഇല്ലാതാക്കും. ഭക്തരെ, ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭക്തരെ, ഈ ലോകത്തിൽ മനോഹരമായ മുഖം കണ്ടെത്തുക എളുപ്പമായിരിക്കും. എന്നാൽ മനോഹരമായ ഹൃദയം കണ്ടെത്തുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, ആ സ്വപ്നങ്ങൾക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത്. ഭക്തരെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പോരാടിക്കൊണ്ടിരിക്കുക. പോരാട്ടങ്ങളാണ് വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. ഓരോ മനുഷ്യഹൃദയത്തിലും വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രമാണ് വ്യത്യാസം. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. ഭക്തരെ, ഒരാളെക്കുറിച്ച് നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. കാരണം ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ്. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം. എന്നാൽ അവസാന തീരുമാനം നിങ്ങളുടേതായിരിക്കണം. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞ് നടക്കും. മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാകൂ. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകുന്നു. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദിയുണ്ടാകണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ഭക്തരെ, ആരെയും പരിധിക്കപ്പുറത്ത് സ്നേഹിക്കാതിരിക്കുക. കാരണം അവരുടെ ചെറിയ തെറ്റുകൾ പോലും നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. ഭക്തരെ, പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. ഭക്തരെ, നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. ഒരാളുടെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് നൽകുന്ന സ്വാന്തന വാക്കിന് ചിലപ്പോൾ ഒരു ജീവൻ്റെ വിലയുണ്ടെന്ന് അറിയുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.